ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധി തൻ്റെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ്, ശരി, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ, നിനക്ക് വേണ്ടിയിട്ടല്ല, നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് നാളെ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പോയി അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ സുധി ചോദിക്കുന്നുണ്ട്, അപ്പം ഇപ്പം പോകണ്ടേ അമ്മയെന്ന് ചോദിക്കും. ഇപ്പം എന്തിനാണ്, ഇപ്പം സമയം എത്രയായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ സുധി അമ്മയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. നീ എന്തായാലും റൂമിൽ പോയിട്ട് അവളെ വിളിച്ച് പറയും, ഇപ്പൊ വരുന്നില്ല, നാളെ രാവിലെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് വരുന്ന കാര്യം അറിയിക്കാനൊക്കെ ചന്ദ്ര പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് അവൻ ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. അവൻ തൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ട്, എന്തായാലും നീ കുറേ ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു നല്ല തീരുമാനത്തിൽ എത്തിയല്ലോ, അതൊരു ഭാഗ്യം എന്ന് പറയുകയാണ്. അങ്ങനെ രവീന്ദ്രൻ സജിയോടും രേവതിയോടൊക്കെ പറയുന്നുണ്ട്, മക്കൾ പോയി കിടന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരവിടെ കിടക്കാൻ പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച മാതിരി ആലോചനയിൽ അങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതി റൂമിലെത്തിയിട്ട് ശ്രുതിയെ വിളിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ കാത്തിരിക്കുകയായിരുന്നു ഇവൻ വരണേ നോക്കിയിട്ട്. അപ്പം ആ സമയത്ത് എന്തായി ശ്രുതി, നീ ഇറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇറങ്ങാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തേ, ആൻറ്റി നിന്നെ പിടിച്ചോ, ആൻറ്റി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് അമ്മയുടെ മുന്നിൽ പെട്ടു എന്ന് പറയുകയാണ്. എന്താ ശ്രുതി, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. എടി, എന്തായാലും ഞാനും അമ്മയും കൂടിയിട്ട് നാളെ രാവിലെ നിന്നെ വിളിക്കാൻ വരുന്നുണ്ട്, അമ്മ അത് സമ്മതിച്ചു എന്ന് പറയുമ്പോൾ എന്താ ശ്രുതി പറഞ്ഞ്, ശരിക്കുള്ളതാണ്, അപ്പം അതെ എന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ എന്ന് പറയുകയാണ്. അപ്പം എന്താ ഇപ്പം ആൻറ്റിക്ക് ഇങ്ങനെ ഒരു മനമാറ്റം തോന്നാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞല്ലേ നിന്റെ വയറ്റിൽ കിടക്കുന്നത്, അതുകൊണ്ടാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ശരി ശ്രുതി, എന്നാൽ നാളെ രാവിലെ കാണാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അത് രാവിലെ തന്നെ നമ്മുടെ സച്ചി രേവതി അടുക്കളയിൽ അങ്ങനെ രേവതി ആണെങ്കിൽ പലഹാരപ്പണിയിലാണ്, സച്ചി അരികിലിരുന്ന് ഇങ്ങനെ അത് കുറിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന സച്ചി രേവതിയോട് പറയുന്നുണ്ട്, ശ്രുതി ഗർഭിണിയാണെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഒന്ന് മിണ്ടാതിരുന്ന് സച്ചിയേട്ട എന്താ വിശ്വാസം വരാത്ത, ദേവ് പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറയുന്നുണ്ട്. ഓ, ദേവ് പറഞ്ഞു പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സച്ചി ഒട്ടും വിശ്വസിക്കാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഞാൻ പുലർക്കാലത്ത് ഒരു സ്വപ്നം കണ്ടു, 2 കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നത്, നീ ഒരു കുഞ്ഞ് ഓടി നടക്കുന്നതായിട്ട് ചിലപ്പോൾ നിനക്ക് കിട്ടിയും, പക്ഷേ 2 കുഞ്ഞൊന്നും ഓടി നടക്കില്ല എന്നിങ്ങനെ സച്ചി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സച്ചിയേണ്ട ഒരു കാര്യം എന്നൊക്കെ തന്നെ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്ര അവിടേക്ക് വരുന്നത്. ചന്ദ്ര വന്നിട്ട് വരുന്ന കാണുമ്പോൾ തന്നെ സച്ചി തൻ്റെ കയ്യിലുള്ള പലഹാരം എടുത്ത് ഇന്നമ്മേ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. വേണ്ട മോനെ, മോൻ കഴിച്ചോ എന്നിങ്ങനെ നല്ല സൗമ്യ രീതിയിൽ സംസാരിക്കണ കേൾക്കുമ്പോൾ സച്ചിയും രേവതിയും വാ തുറന്ന് നിന്ന് പോവുകയാണ്. എന്താണ് ഈ കേൾക്കുന്നത്, അമ്മ തന്നെയാണോ ഇത് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് ഓട്ടം വല്ലതും വന്നിട്ടുണ്ടോ ഇന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ, ഒന്നും വന്നിട്ടില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇവൾക്കൊപ്പം ഇങ്ങനെ വെറുതെ അടുക്കളയിൽ ഇരിക്കുകയാണ്, ഇതുവരെ ഒന്നും വന്നിട്ടില്ല, എന്നാൽ ഞാൻ നിന്നെ ഓട്ടം വിളിക്കട്ടെ, നീ വരുമോ എന്ന് ചോദിക്കണം. അതിനെന്താ അമ്മേ, ഞാൻ വരാമല്ലോ, നീ വെറുതെ ഒന്നും വരണ്ട, ഞാൻ പൈസ തരാം നിനക്ക്, എനിക്ക് പൈസ ഒന്നും വേണ്ട, അമ്മ എന്നെ ഓട്ടം വിളിച്ചല്ലോ, അത് വലിയ സന്തോഷം. അപ്പം രേവതിയും പറയണം, അത് ശരിയാണ്, സച്ചിയുടെ വണ്ടിയിൽ അമ്മ മനസ്സോടെ ഇഷ്ടത്തോടു കൂടി കയറിയിട്ടില്ല, അച്ഛൻ നിർബന്ധിച്ചിട്ടൊക്കെ അല്ലേ പലപ്പോഴും കയറിയിട്ടുള്ളത് എന്ന് പറയുകയാണ്. അല്ല അമ്മയ്ക്ക് ഇപ്പോൾ എവിടേക്കാണ് പോകേണ്ടത് എന്നിങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്. നമ്മുടെ ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതിയെ വിളിക്കാൻ എന്തിനാ, എൻ്റെ കാറ്, ശ്രുതിക്ക് കാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ എന്നാൽ ശരിയാവില്ല, നീ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്തുണ്ട്, അതിൻ്റെ ഒരു സഹായം കൂടി നിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് വേണമെന്ന് പറയുകയാണ്. അതെന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സൈലൻ്റ് ആയിട്ടാണ് അവൾ അങ്ങനെ ഒരു കാര്യം പറയുന്നത്, അവൾ ഉറക്കനെ കാര്യം പറയുന്നില്ല. അങ്ങനെ ആ സമയം നമ്മുടെ ശരി അമ്മ അങ്ങനെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞു. അപ്പം ശരി, നീ വേഗം റെഡി ആയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, ഇപ്പം എന്തായി ഞാൻ പറഞ്ഞില്ല, അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ വേറെ കാര്യങ്ങളുണ്ടെന്ന്, എന്തായാലും ഇതിലെന്തായാലും അവൾ പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറയുമ്പോൾ സച്ചി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അവർ ഡ്രസ്സ് മാറാനൊക്കെ വേണ്ടി പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ദേവുവിനെയും കാണിക്കുന്നുണ്ട്. ദേവു ആണെങ്കിൽ അരുണിൻ്റെ അമ്മയ്ക്ക് പനിയാണ്. അപ്പോൾ അരുണിൻ്റെ അമ്മയെ ചികിത്സിക്കാൻ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്, കഞ്ഞിയൊക്കെ കോരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരുണേട്ടൻ വന്നതിന് ശേഷം ഞാൻ പോകാം അമ്മയെന്നുള്ള ആളിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അരുൺ വരുന്നുണ്ട്. അപ്പോൾ ദേവുവിന് ഇതായോ, ബുദ്ധിമുട്ടായോ വിളിച്ചു വരത്തിയെന്ന് ചോദിക്കുമ്പോൾ എന്തിനാ, എൻ്റെ അമ്മയല്ലേ ഇത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ എന്നാൽ പോട്ടെ എന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് അമ്മ പറഞ്ഞത് കേട്ടില്ലേ, അമ്മയ്ക്ക് മരുന്നൊന്നും വേണ്ട, മകളായിട്ട് നീ അരികിലിരുന്ന് അമ്മയുടെ അസുഖം മാറുമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് നീ ഇവിടെ പോകണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ അവിടെ അങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ ഇവർ ഒരുങ്ങി വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രുതി വാമ്മേ പോകാമെന്ന് പറയുമ്പോൾ സച്ചി വരട്ടെ എന്നിങ്ങനെ ചന്ദ്ര പറയുന്നത്. സച്ചി എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. സച്ചിയും കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ട്. സച്ചിയുടെ കാറിലാണ് നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ അതെന്തിനാ അമ്മ എൻ്റെ കാറിൽ ഞാൻ എടുക്കില്ലേ കാറെന്ന് ചോദിക്കുമ്പോൾ നിന്റെ മനസ്സിപ്പം തീരെ ശരിയല്ല, അതുകൊണ്ട് നീ കാറെടുത്താൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് ചന്ദ്ര. അപ്പോൾ അത് കുഴപ്പമില്ലമ്മേ, നമുക്ക് പോയിട്ട് വരാം. അവൻ എന്തിനാ, ഒന്നാമത് ശ്രുതിക്ക് അവനെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചെയ്യാൻ പറ്റൂ എന്ന് ചന്ദ്ര മറുപടി പറയുകയും ചെയ്യുകയാണ്. അപ്പോഴേക്കും സച്ചി വരുന്നുണ്ട്. വാമേ പോകാമെന്നും പറഞ്ഞ് അവൻ വേഗം കാറിൽ കയറുകയും കൂടെയും ശ്രുതിയും ഇഷ്ടമില്ലാതെ ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയും കാറിൽ കയറി പോവുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവരവിടെ എത്തുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി വാടാ സച്ചി എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് ചന്ദ്ര. അപ്പോൾ അവൻ എന്തിനാ അമ്മേ, അവൻ അവിടെ നിന്നോട്ടെ, 3 ആൾ പോയി കഴിഞ്ഞാൽ മുടിഞ്ഞു പോകുള്ളൂ എന്ന് പറയുമ്പോൾ നീ മിണ്ടാതിരുന്നേടാ എന്നും പറഞ്ഞിട്ട് എന്തായാലും അവർ 3 പേരും അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ബെല്ലടിക്കുന്നത് വാതിൽ തുറക്കുന്ന മീരയാണ്. അപ്പം മീര വാ നിങ്ങളെ കാത്തിരിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രുതിയെ കാണാതെ ശ്രുതിയാണെങ്കിൽ തലെത്തിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി അവിടേക്ക് വരുന്നുണ്ട്. വന്ന പാടെ അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. ചന്ദ്ര ഒരു പുഞ്ചിരിയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും വാ പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് നമ്മളെ ശ്രുതി പറയാണ്. അതൊന്നും സാരില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി എന്തായാലും നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ജീവിക്കണമെന്നും ചന്ദ്ര പറയുകയാണ്. സച്ചി ആണെങ്കിൽ ചന്ദ്രയെ തന്നെ നോക്കിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നാൽ പോകാം, ഇറങ്ങാമെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും മീര നമ്മുടെ ശ്രുതിയുടെ പെട്ടിയൊക്കെ എടുത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മീരയോട് കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് അവരവിടെ നിന്നും പോവുകയാണ്. എല്ലാവരും കാറിൽ കയറി പോകുന്നുണ്ട്. അതേസമയത്ത് മീര മനസ്സിലാലോചിക്കുകയാണ്. എന്തായാലും അവളുടെ മറ്റൊരു കള്ളം കൊണ്ട് അവൾക്ക് തിരികെ വീട്ടിലെത്താൻ സാധിച്ചു. ഇനി എന്തായാലും അവിടെ എത്തുമ്പോൾ അവളുടെ അമ്മായിയുടെ കഷ്ടകാലമായിരിക്കും. അവളെ കൊണ്ട് നോക്കിക്കോ, ഒരിക്കലും അവർക്ക് അവിടെ സ്വൈരമായി ജീവിക്കാൻ കഴിയില്ല എന്നിങ്ങനെ മീര മനസ്സിൽ കരുതി നിൽക്കുകയും ചെയ്യുന്ന ഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.